ക്രിസ്തുവിനെ കാണുന്നവൻ വിശുദ്ധനാണ്. ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നവൻ വിശുദ്ധനാണ്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നവനെല്ലാം വിശുദ്ധനാണ്. പ്രിയമുള്ളവരെ, ജ്ഞാനം വിവേകത്തിന്റെ അടയാളമല്ല. വിദ്യാഭ്യാസ യോഗ്യതയും വിവേകത്തിന്റെ അടയാളമല്ല. അനുഭവജ്ഞാനവും വിവേകവും ചേരുമ്പോൾ മാത്രമാണ് ഒരാളെ ജ്ഞാനി എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കൊച്ചു ജീവിതത്തിൽ ആർക്കെങ്കിലുമൊക്കെ സന്തോഷം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, ആർക്കെങ്കിലും മുൻപിലൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ, ആരോടെല്ലാം ഒന്ന് പൊരുത്തപ്പെടാൻ പറ്റുമെങ്കിൽ, ആരോടെങ്കിലൊക്കെ ഒന്ന് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നമുക്കും ഒന്ന് ശ്രമിച്ചുകൂടെ? ഒരിക്കൽ നമ്മളും ഇതുപോലെ നടന്നു നീങ്ങേണ്ടവരല്ലേ? നന്ദി, നമസ്കാരം.